സന്തോഷ, ഇന്നലത്തേതിന് വ്യത്യസ്തമായി ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണോ? എന്താണ് രാവിലെ സിജു അവിടെ നിന്ന് ലൈവ് തന്നപ്പോൾ അവിടെ മഴ പെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കുമോ എന്ന വലിയൊരു ആശങ്കയൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ സന്തോഷം വന്നപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞ ഒരു പശ്ചാത്തലമാണുള്ളത്. എന്താണ് അവിടെ ഒരു കാലാവസ്ഥയുടെ ഒരു അനുകൂല ഘടകമാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ്? ിൽ കൂടി നദിയിൽ രൂപപ്പെട്ട മൺതിട്ടയിൽ കൂടി ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ അവിടെയുള്ള മൺതിട്ട പരിശോധിക്കാൻ ആരംഭിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഈ അല്പസമയം മുമ്പ് തന്നെ ഒരു സംഘം ഈ നദിയിൽ രൂപപ്പെട്ട മൺതിട്ടയിലുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന റോഡിന് സമീപത്തുള്ള മണ്ണിടിഞ്ഞു വീണ് രൂപപ്പെട്ട മണ്ണ് വന്ന സ്ഥലത്ത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ നദിയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺതിട്ടയിൽ അവിടെ ആളുകൾ എത്തി അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു ശ്രമകരമായ ജോലി തന്നെയാണ്. കാരണം ഈ വളരെയധികം ആഴം കൂടിയ ഈ ഒരു നദിയിൽ ഇത്രയും അധികം മണ്ണ് വന്ന് അടിഞ്ഞാണത് ആ നദിയുടെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു നിന്ന് മൺതിട്ടയായി രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം മണ്ണാണ് ഈ നദിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. ആ മൺതിട്ടയ്ക്കടിയിൽ നടത്തുന്ന പരിശോധന, കാരണം അവിടെയും ഈ ചിലപ്പോൾ ഒരു സാധ്യതയാണ് ഈ ഒരു ലോറി ഈ മണ്ണിനോടൊപ്പം പുഴയിലേക്ക് പതിച്ച് അത് മണ്ണിൻ്റെ അടിയിൽ പോയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനം ഈ പരിശോധന നടത്തുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൺതിട്ടയിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഇന്നത്തെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ തിരച്ചിലിനെ വേഗം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം നടത്തുന്ന ഇന്നലെ സൈന്യം വിമർശനം നേരിട്ടിരുന്നു. പൊതുവെ വലിയ സജ്ജമല്ലാതെ സംവിധാനങ്ങളില്ലാതെ തിരച്ചിലിന് എത്തിയെന്നുള്ള വിമർശനം നേരിട്ടിരുന്നു. കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി ഇന്ന് തിരച്ചിൽ നടത്താൻ ആർമിക്ക് കഴിയുന്നുണ്ട്, സൈന്യത്തിന് കഴിയുന്നുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. രാവിലെ രഞ്ജിത്ത് ഇസ്രായേലുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യമെന്ന് പറയുന്നത്, രഞ്ജിത്ത് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നത് ഇപ്പോഴും പുഴയിലേക്ക് ലോറി എത്തിയിട്ടില്ല. അത് മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മണ്ണ് ഇനിയും മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ ഇതിൻ്റെ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി കൃത്യമായും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് എന്നുള്ള കാര്യവും രഞ്ജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അങ്ങനെയുള്ള പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരച്ചിലിന് അല്പം വേഗം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗംഗാ വാലി നദിയിൽ നേരത്തെ രൂപപ്പെട്ട മൺതിട്ടയിലുള്ള പരിശോധന ഇപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും നമുക്ക് ഈ സാങ്കേതിക വിദ്യകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് പ്രതീക്ഷ. ഈ എത്രത്തോളം മണ്ണ്, ഈ മൺതിട്ട ഒരു സ്ഥലത്ത് നദിയുടെ മധ്യഭാഗത്തായി ഒരു മൺതിട്ട രൂപപ്പെട്ടതായി കാണുന്നുണ്ട്. അത്തരത്തിലൊരു മണ്ണ് അടിഞ്ഞുകൂടി അങ്ങനെ ഒരു തിട്ട രൂപപ്പെടുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തേക്കും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നില്ലെങ്കിൽ കൂടിയും നല്ലൊരു അളവിൽ മണ്ണ് ഈ നദിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഭാഗങ്ങളിലും എല്ലാ തരത്തിലുള്ള തിരച്ചിലുകളും നടത്തേണ്ടതുണ്ട്. അതും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഈ മൺതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ആളുകൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തിരച്ചിലിന് നേതൃത്വം നൽകാനായി അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. മണ്ണിടിഞ്ഞ ഭാഗത്തുള്ള പരിശോധന അതേസമയം തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഈ റഡാറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ആരംഭിക്കുമ്പോൾ അതിൽ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അത്തരത്തിലുള്ള ആ തിരച്ചിലിനെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഏറെ വൈകിപ്പോയി. അതായത് 7ാം ദിവസത്തിലേക്ക് ഈ അർജുൻ്റെ കാണാതായിട്ട് 7ാം ദിവസം പിന്നിടുകയാണ്. ഈ ഒരു മണിക്കൂറുകളിൽ പോലും ഒരു തരത്തിലുള്ള ശുഭകരമായിട്ടുള്ള സൂചനകളും ഒരു ഘട്ടത്തിലും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ കർണാടക സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു അലംഭാവം അത് വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് ഇടയാക്കിയിട്ടുള്ളത്. തുടക്കത്തിൽ ഒരു തരത്തിലുള്ള തിരച്ചിലിനോ അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കോ നേതൃത്വം നൽകാൻ തയ്യാറായിട്ടില്ല. പിന്നീട്
കേരളത്തിൻ്റെ ഒരു ഇടപെടൽ, കേരളത്തിലെ മാധ്യമ ഇടപെടൽ, അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ, അതെല്ലാം ഉണ്ടായതിന് ശേഷമാണ് ഈ കർണാടക സർക്കാർ ഈ തിരച്ചിലിന് തന്നെ ആരംഭിക്കുന്നതിന് തന്നെ സന്നദ്ധമായിട്ടുള്ളത്. എന്നാൽ അതും ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഒരു തിരച്ചിലിന് ആ ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. വലിയ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒന്നോ രണ്ടോ ഈ മണ്ണുമാറ്റി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിനായിരുന്നു കർണാടക നേതൃത്വം നൽകിയത്. പിന്നീട് വലിയ സമ്മർദ്ദം ശക്തമായതിൻ്റെ ഭാഗമായാണ് കൂടുതൽ ഈ സംവിധാനങ്ങൾ, മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിക്കാനും പിന്നീട് കുടുംബവും നിരന്തരം ആവശ്യപ്പെട്ടതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ആവശ്യം കേരള സർക്കാർ നിരന്തരമായി ചെലുത്തിയ സമ്മർദ്ദം, ഇതിൻ്റെയൊക്കെ ഫലമായാണ് ഇപ്പോൾ സൈന്യമൊക്കെ എത്തിയുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും 7 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെയധികം വിഷമം നൽകുന്നതാണ്. കാരണം ആദ്യഘട്ടത്തിൽ നടത്തിയ ഒരു അലംഭാവം, ആ ഒരു അലംഭാവം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 1-2 ദിവസത്തിനകം തന്നെ അർജുനെ നമുക്ക് തിരികെ ലഭിക്കുമായിരുന്നു. പക്ഷേ 7 ദിവസങ്ങൾക്കപ്പുറം ഈ ഒരു പരിശോധന അവിടെ നടക്കുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ആദ്യം പാഴാക്കി കളഞ്ഞ ആ ഒരു ദിവസങ്ങൾ, മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടത് തന്നെയായിരുന്നു. നമുക്ക് രക്ഷാപ്രവർത്തനം, അതിൻ്റെ പരിശോധന ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.